ഹലോ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ബേസിക് ഹെന്ന ഫ്ലോറൽസ് ആണല്ലേ ഹെന്ന ക്ലാസ്സിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് 8ാമത്തെയും 9ാമത്തെയും ഫ്ലോറിലാണ് നോക്കുന്നത്. 7ാമത്തെ ഫ്ലോറിൽ വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഫ്ലോറൽസും എലമെൻസും ഒക്കെ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് 8ാമത്തെ ഫ്ലോറിൽ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഒരു സബ്സ്ക്രൈബ് കൊടുക്കണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൊടുക്കാനും എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ 8ാമത്തെ ഫ്ലോറിൽ ഇതുപോലെയാണ് വരയ്ക്കുന്നത്. അതായത് ഈ ഒരു പെറ്റലാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളിതിൽ സേളോ സർക്കിളോ ഒന്നും കൊടുക്കുന്നില്ല, പെറ്റൽസ് മാത്രമാണ് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെയുള്ള ഈ ഒരു പെറ്റൽസാണ് കൊടുക്കുന്നത്. ഒരു 5 പെറ്റൽസാണ് ഞാൻ ആദ്യം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതുപോലെ നമ്മളിതാ ഈ ഒരു രീതിയിൽ പെറ്റൽസ് കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഇത് നമ്മളിത് അതിൻ്റെ അടുപ്പിച്ച് അടുത്ത പെറ്റൽ കൊടുക്കുക. അതുപോലെ നമ്മൾ 5 പെറ്റൽസ് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ എലമെൻസും ഫ്ലോറൽസും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് എങ്ങനെ വരക്കും നമ്മളെ കയ്യിൽ നിന്നൊക്കെ പഠിക്കുന്നത് കേട്ടോ. എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് കൊടുക്കുക, അതുപോലെ നമുക്ക് ഒരുപാട് ഗ്രിഡ്സൊക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ എങ്ങനെ കൊടുക്കും എന്നൊക്കെ നമ്മൾ ഓരോ ക്ലാസ്സിലായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനുള്ളിൽ ഇങ്ങനെ 4 ലൈന് കൊടുക്കാം. ഈ ഷെയ്ഡ് ചെയ്യുന്നത് പോലെ 4 ലൈനാണ് കൊടുക്കുന്നത്. ഓരോ പെറ്റൽസിൻ്റെയും ഉള്ളിൽ ഇതുപോലെ 4 ലൈന് കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ആദ്യം ഒരു വലിയ ലൈന്, പിന്നെ ചെറുത് വലുത്, അങ്ങനെയാണ് നമ്മൾ കൊടുത്തത്. ഇനി നമുക്ക് അതിലൊക്കെ ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ അറ്റത്തായിട്ട് ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഫ്ലോറിൽ വരയ്ക്കുന്നത്. കണ്ടില്ലേ, ഇനി നമുക്ക് ഈ ഓരോ പെറ്റൽസും നമുക്ക് ബോൾഡാക്കി കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമ്മൾ 8ാമത്തെ ഫ്ലോറിൽ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വരച്ച് നോക്കുക. ഇതിൽ നമ്മൾ ഫസ്റ്റ് സേളും സർക്കിളൊന്നും വരയ്ക്കണ്ട. ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ സർക്കിൾ രൂപത്തിൽ വരും. ഇതുപോലെ ഇനി നിങ്ങൾ വലിയ ഫ്ലോറിലാണ് വരയ്ക്കുന്നത് എങ്കിൽ കുറച്ചും കൂടി പെറ്റൽസ് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ 5 പെറ്റൽസാണ് കൊടുത്തത്. കണ്ടോ, ഈ ഒരു ഫ്ലോറിലാണ് 8ാമത്തെ ഫ്ലോറിൽ. ഇനി നമുക്ക് 9ാമത്തെ ഫ്ലോറിൽ നോക്കാം. 9ാമത്തെ ഫ്ലോറിൽ നമ്മൾ റോസ് ഫ്ലവറൊക്കെ പോലെയാണ് കേട്ടോ. ആദ്യം നമ്മൾ സേളാണ് കൊടുക്കുന്നത്. സേൾ വരയ്ക്കുന്നത് നമ്മൾ പഠിച്ചതാണ്. ലാസ്റ്റ് ഇതുപോലെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ സേൾ വരയ്ക്കേണ്ടത്. കണ്ടില്ലേ, ഏതെങ്കിലും ഭാഗങ്ങൾ വിട്ടു പോയാൽ അതിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് ഒന്നും കൂടി വരച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിതാ ഇതുപോലെ പെറ്റൽസ് കൊടുക്കണം. ഈ ഒരു പെറ്റൽ വരച്ച് അതിൻ്റെ മുകളിൽ നിന്നും അടുത്ത പെറ്റൽ, അതിൻ്റെ മുകളിൽ നിന്നും അടുത്ത പെറ്റൽ, അങ്ങനെ 3 പെറ്റൽസാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഈ രണ്ടാമത് നമ്മൾ കൊടുക്കുന്നത് 4 പെറ്റൽസാണ്. അത് ഈ ഒരു രീതിയിലാണ് കൊടുക്കുന്നത്. കണ്ടോ, ഈ ഒരു രീതിയിൽ ഇതിൻ്റെ മുകളിൽ നിന്നും അടുത്ത പെറ്റൽ കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ രണ്ടാമതായിക്കൊണ്ട് കൊടുക്കുന്നത്. കണ്ടോ, ഈ ഒരു രീതിയിൽ രണ്ടാമതും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് അടുത്ത പെറ്റൽ അങ്ങനെ കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ മൂന്നാമതായിക്കൊണ്ട് ഒരു 5 പെറ്റലാണ് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ സേള് വരച്ചു, പിന്നെ നമ്മൾ 3 പെറ്റൽസ് കൊടുത്തു, പിന്നെ നമ്മൾ 4 പെറ്റൽസ് കൊടുത്തു. ഇനി നമുക്ക് 5 പെറ്റൽസ് കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ കൊടുക്കാൻ. കണ്ടില്ലേ, ഇതിൻ്റെ തൊട്ട് മുകളിൽ നിന്നും അടുത്ത പെറ്റൽ, അങ്ങനെ 3 ഇനി 4 5 2 പെറ്റൽസും കൂടെ ഇങ്ങനെ കൊടുക്കുക. നമ്മളൊരു ഐഡിയക്ക് അനുസരിച്ച് നമുക്കിതിൻ്റെ സ്പേസൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, അങ്ങനെ 5ാമത്തെ പെറ്റലും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലോറിൽ കണ്ടോ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷെയ്ഡ് കൊടുക്കാം. ഓരോ പെറ്റൽസിനും ഇത് നമ്മൾ ഫസ്റ്റ് കൊടുത്ത 3 പെറ്റൽസിന് കൊടുക്കുന്നില്ല, ബാക്കി എല്ലാ പെറ്റൽസിനും നമ്മൾ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുള്ള് ഷെയ്ഡ് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഷെയ്ഡ് കൊടുത്ത പെറ്റൽസൊക്കെ ഒന്ന് ബോൾഡാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ ബോൾഡാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ചെറിയ റേറ്റിൻ്റെ കോണൊക്കെ വാങ്ങാട്ടോ. ഓർഗാനിക് ഒന്നും വാങ്ങണ്ട, 10 രൂപൻ്റെ 15 രൂപൻ്റെ കോൺ വാങ്ങിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു കോൺ കൊണ്ട് തന്നെ ഒരുപാട് ഡിസൈനൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പേപ്പറിന് മുകളിൽ OHP ഷീറ്റ് വെച്ചിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരുപാട് A4
നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു A4ഉം ഒരു OHB ഷീറ്റും മതി. ഇനി അതല്ലെങ്കിൽ നിങ്ങളൊരു A4 എടുത്തിട്ടൊന്ന് ലാമിനേഷൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഇളകാതെ ഇടാനായിട്ട് കഴിയും. ഞാൻ ഇപ്പോൾ ഇത് ലാമിനേഷൻ ചെയ്തതാണ് കേട്ടോ, കണ്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു ഫ്ലോറിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ അങ്ങനെ 8ഉം 9ഉം ഫ്ലോറിലാണ് ഇന്ന് നോക്കിയത്. പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കൊടുക്കുക. എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിലോ വാട്സപ്പിലോ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം.